നമസ്കാരം. പ്രധാന വാർത്തകൾ. ബസ് ഉടമകൾക്ക് താക്കീതുമായി ഗതാഗത മന്ത്രി. സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി സമരം ചെയ്താൽ KSRTCയെ വെച്ച് നേരിടുമെന്ന് KB ഗണേഷ് കുമാർ. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കില്ല. പ്രതികരണം തൃശൂർ രാമനിലയത്തിൽ ബസ് ഉടമകളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിറകെ. കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ 2ാം ക്ലാസ്സുകാരി ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി മരിച്ചു. മരിച്ചത് കൊഴിഞ്ഞാമ്പാറ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥി നഫീസത്ത് മിശ്രിയ. അപകടം അച്ഛനൊപ്പം ബൈക്കിൽ സ്കൂളിലേക്ക് പോകുന്നതിനിടെ. വടക്കാഞ്ചേരിയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണ യുവാവിന് ഗുരുതര പരിക്ക്. ദേശീയപാത നിർമ്മാണത്തിലെ അനാസ്ഥയ്ക്കും ഗതാഗതക്കുരുക്കിനുമെതിരെ LDFന്റെ ജനകീയ പ്രതിഷേധം. LDF ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റി പാലക്കാട് NHAI പ്രൊജക്ട് ഡയറക്ടർ ഓഫീസ് ഉപരോധിച്ചു. അഴിക്കും തോറും മുഴുകുന്ന കുരുക്കായി ദേശീയപാത നിർമ്മാണം മാറിയെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ സർക്കാർ ആത്മാർത്ഥ ശ്രമം നടത്തുന്നുണ്ടെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. നിർമ്മാണ പ്രവർത്തികൾക്ക് പ്രതികൂല കാലാവസ്ഥ തിരിച്ചടിയാകുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മഴ. തൃശൂരിലെ ഇരട്ട വോട്ട് വലിയ തെറ്റെന്നും സ്പീക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ സർവ്വദേശീയ സാഹിത്യോത്സവത്തിന് തൃശൂരിൽ തിരിതെളിഞ്ഞു. ലോകത്തിനു മുന്നിൽ കേരളത്തിന് വയ്ക്കാനുള്ള മതനിരപേക്ഷ ബദലാണ് ILFK എന്ന റവന്യൂ മന്ത്രി K രാജൻ. കേരള സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയം ഇനി മുതൽ സാഹിത്യ അക്കാദമി MT ഓഡിറ്റോറിയം. സാഹിത്യോത്സവം 21 വരെ. ചെമ്പൈ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് മന്ത്രി VN വാസവൻ. സംഗീതത്തിലൂടെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉയർത്തിപ്പിടിച്ചത് വിശ്വമാനവികതയുടെ സന്ദേശം. കോട്ടായിയിൽ ചെമ്പൈ സംഗീതോത്സവം സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും. വിവിധ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ പൊട്ടിവീണ് നിരവധി വീടുകൾക്ക് കേടുപാട്. ഒറ്റപ്പാലം റേഞ്ച് വനം വകുപ്പ് ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക്. കുളപ്പുള്ളി ചുവന്ന ഗേറ്റിൽ നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനത്തിന് സജ്ജം. പുതിയ കെട്ടിടം നിർമ്മിച്ചത് നബാർഡ് ഫണ്ട് ഉപയോഗിച്ച്. വാർത്തകൾ വിശദമായി. ബസ് ഉടമകൾക്ക് താക്കീതുമായി ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി സമരം ചെയ്താൽ KSRTCയെ വെച്ച് നേരിടുമെന്ന് മന്ത്രി പറഞ്ഞു. തൃശൂർ രാമനിലയത്തിൽ ബസ് ഉടമകളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിറകെയാണ് ഗതാഗത മന്ത്രിയുടെ പ്രതികരണം. 500 ലോക്കൽ ബസ്സുകൾ KSRTCക്കുണ്ടെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഡ്രൈവറെ വെച്ച് ഡീസൽ അടിച്ച് വണ്ടി നിരത്തിലിറക്കുമെന്നും ബസ് ഉടമകളെ വെല്ലുവിളിക്കും വിധം ഗതാഗത മന്ത്രി വ്യക്തമാക്കി. ഓണക്കാലത്ത് ഓടിച്ചില്ലേ നമ്മൾ KSRTCക്ക് 500 ബസ് കിടക്കും കേട്ടോ. KSRTCയിൽ 500 ബസ്, 500 മുതൽ 600 ബസ് KSRTCയുടെ കയ്യിൽ ലോക്കൽ ബസ് പണി ചെയ്ത് കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട്. ഡീസൽ അടിക്കുക, ഡ്രൈവറെ വയ്ക്കുക, ഓടിക്കുക. ആ സമരം ചെയ്തോട്ട്. സമരം ചെയ്യുകയാണെങ്കിൽ ഈ KSRTC വണ്ടി മൊത്തം ഈ റോഡിലിറങ്ങും. KSRTCക്ക് ഇപ്പോൾ വാങ്ങിയ വണ്ടി കൂടാതെ ഇപ്പോൾ 1200 വണ്ടിയാണ് ഞങ്ങൾക്ക് എല്ലാ ദിവസവും ശരാശരി വർക്ക്ഷോപ്പിൽ കിടന്നിരുന്നത്, ഇടിച്ചും വർക്ക്ഷോപ്പിലുമായിട്ട്. പക്ഷേ ഇന്നത് 450 വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും വണ്ടി ഞങ്ങളുടെ കയ്യിൽ സ്പെയർ ഉണ്ടെന്ന് കൂട്ടിക്കൊണ്ടാണ്. 500-600 വണ്ടി സ്പെയർ ഉണ്ട്. അവർ സമരം ചെയ്യുകയാണെങ്കിൽ അതിങ്ങിറക്കും. ജനങ്ങൾ അത് പറയുന്നതിനൊരു ന്യായമൊക്കെ വേണ്ടി അവർ പറയുന്നതെല്ലാം അനുസരിക്കണം സാർ. കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അവരുമായി ഒരു സമവായത്തിലെത്താതെ ചാർജ് വർദ്ധിപ്പിച്ച് എന്തായിരിക്കും ഇവിടെ സ്ഥിതി? എന്തിനാണ് ആവശ്യമില്ലാത്ത ആളുകളെ സമരത്തിലേക്ക് തള്ളിവിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്? വേണ്ടിവന്നാൽ ഓണക്കാലത്ത് പണിമുടക്കുമെന്നായിരുന്നു ബസ് ഉടമകളുടെ നിലപാട്. വിദ്യാർത്ഥി കൺസെഷൻ വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ കഴിയാത്തതാണെന്ന് മന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. വിദ്യാർത്ഥികളെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാർ തയ്യാറല്ലെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. അവരാദ്യം മത്സരവോട്ടൊക്കെ നിർത്തട്ടെ. അവർ മത്സരവോട്ടം നിർത്തണം. പിന്നെ ഈ കുട്ടികളുടെ കൺസെഷൻ വർദ്ധിപ്പിച്ചിട്ട് ഈ നാട്ടിലൊരു വഴക്കുണ്ടാക്കാൻ അവരും കുട്ടികളായിട്ട് ചർച്ച നടത്തിയാണ്. ട്രാൻസ്പോർട്ട് സെക്രട്ടറി, സ്പെഷ്യൽ സെക്രട്ടറി ചർച്ചകൾ നടത്തി. ആ ചർച്ചയിൽ കുട്ടികളൊരു സമവായത്തിന് തയ്യാറായില്ല. അപ്പോൾ അവരെ കൺസെഷൻ വർദ്ധിപ്പിച്ചിട്ട് അതൊന്നും ഒരു കാര്യമുള്ള കാര്യമല്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ ബസ് ശരീരത്തിലൂടെ കയറിയിറങ്ങി 2ാം ക്ലാസ്സുകാരിക്ക് ദാരുണാന്ത്യം. അച്ഛനൊപ്പം സ്കൂളിലേക്ക് ബൈക്കിൽ പോകുന്നതിനിടെയാണ് അപകടം. കൊഴിഞ്ഞാമ്പാറ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയും കൊഴിഞ്ഞാമ്പാറ പഴനിയാർപാളയം സ്വദേശികളുടെ മകളുമായ നഫീസത്ത് മിശ്രിയയാണ് മരിച്ചത്. കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് വെച്ചാണ് അപകടം. പിതാവിനൊപ്പം സ്കൂളിലേക്ക് ബൈക്കിൽ പോകുന്നതിനിടെയാണ് നഫീസത്ത് അപകടത്തിൽപ്പെട്ടത്. റോഡിലെ കുഴിയിൽ വീണ ബൈക്ക് മറിയുകയും കുട്ടി റോഡിലേക്ക് തെറിച്ചു വീഴുകയുമായിരുന്നു. തൊട്ടുപിന്നാലെ അമിതവേഗത്തിലെത്തിയ ബസ് കുട്ടിയുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങി.
സംഭവത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. കുട്ടിയുടെ മൃതദേഹം അത്തിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. അപകട കാരണം കണ്ടെത്താൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ആരംഭിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരിയിൽ ഓടുന്ന ട്രെയിനിൽ നിന്നും തെറിച്ചു വീണ യുവാവിന് ഗുരുതര പരിക്ക്. എങ്കക്കാട് റെയിൽവേ ഗേറ്റിന് സമീപത്തായിരുന്നു സംഭവം. അബോധാവസ്ഥയിലായിരുന്ന യുവാവിനെ നാട്ടുകാർ തൃശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചു. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. രാവിലെ 9:30യോടെയാണ് യുവാവിനെ അവശനിലയിൽ നാട്ടുകാർ കണ്ടെത്തുന്നത്. എങ്കക്കാട് റെയിൽവേ ഗേറ്റിനടുത്ത് ട്രാക്കിന് സമീപം പുല്ലിൽ വീണുകിടക്കുന്ന നിലയിലാണ് യുവാവിനെ നാട്ടുകാർ കണ്ടെത്തിയത്. തൃശൂർ ഷൊർണൂർ പാതയുടെ സമീപത്താണ് യുവാവ് കിടന്നിരുന്നത്. ഇതുകൊണ്ട് തന്നെ തൃശൂരിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോയിരുന്ന ട്രെയിനിൽ നിന്നാണ് വീണതെന്നാണ് നിഗമനം. നാട്ടുകാരുടെ പരിശോധനയിൽ യുവാവിന് അനക്കമുള്ളതായി കണ്ടെത്തിയതോടെ 108 ആംബുലൻസിൽ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. യുവാവിൻ്റെ കൈവശം ആധാർ ഉൾപ്പെടെ യാതൊരുവിധ തിരിച്ചറിയൽ രേഖകളുമില്ല. ഇതുകൊണ്ട് തന്നെ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇതര സംസ്ഥാന തൊഴിലാളിയാണെന്നാണ് നിഗമനം. ട്രെയിനിൻ്റെ വാതിലിൽ നിന്ന് യാത്ര ചെയ്യുന്നതിനിടെ അബദ്ധത്തിൽ വീണതാകാമെന്നാണ് കരുതുന്നത്. വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ സർക്കാർ ആത്മാർത്ഥ ശ്രമം നടത്തുന്നുണ്ടെന്ന് സ്പീക്കർ AM ഷംസീർ. 4 മാസമായി കേരളത്തിൽ ശക്തമായ മഴയാണ്. നിർമ്മാണ പ്രവർത്തികളെ കാലാവസ്ഥ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മഴയാണ്. തൃശൂരിലെ വോട്ട് ക്രമക്കേട് തെറ്റാണെന്നും ഒരാൾക്ക് ഒരു വോട്ട് എന്നതാണ് ശരിയെന്നും നിയമസഭാ സ്പീക്കർ പറഞ്ഞു. ഇതിലിപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസും ആത്മാർത്ഥമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് കാരണം NHAയുടെ മാഹി ബൈപ്പാസ് 2024 ഉദ്ഘാടനം ചെയ്തത്. ആ ഘട്ടത്തിൽ 2021 റിയാസ് ഉൾപ്പെടെ മന്ത്രിയായി വരുന്നത്. ആ ഘട്ടത്തിലൊക്കെ മന്ത്ലി വൈസ് മാഹി ബൈപ്പാസിൻ്റെ റിവ്യൂ നടത്തിയതാണ് മുഹമ്മദ് റിയാസ്. അതുപോലെ തന്നെ NHAയുടെ ഹോൾ സ്റ്റേറ്റിൽ അങ്ങ് കാസർഗോഡ് മുതൽ ഇന്ന് തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മോണിറ്റർ ചെയ്യുന്ന CMO ആണ്. മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ ഈ വിഷയങ്ങൾ ആത്മാർത്ഥമായി പരിഹരിക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കറിയാം, മെയ് മാസം തുടങ്ങിയ മഴയാണ് മൺസൂൺ ഇത്തവണ അഡ്വാൻസ് ചെയ്ത് വന്നു. മെയ് കഴിഞ്ഞു, ആഗസ്റ്റ് മാസം പിന്നിടാൻ പോവുകയാണ്. 4 മാസമായി വല്ലാത്ത രീതിയിൽ മഴയാണ്. അപ്പോൾ നിർമ്മാണ പ്രവർത്തനത്തെ പ്രതികൂല കാലാവസ്ഥ ബാധിക്കുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും പ്രശ്നം പരിഹരിക്കണമെന്നുള്ള ജനങ്ങളുടെ വികാരത്തിൻ്റെ കൂടെയാണ് ഞങ്ങൾ. അത് പരിഹരിക്കാൻ ആവശ്യമായ രീതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ സമ്മർദ്ദം ചെലുത്തിയും ഒപ്പം സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഇടപെടലൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇത് NHAയുടെ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റ് സ്റ്റേറ്റ് നല്ല നിലയിൽ മോണിറ്റർ ചെയ്യുന്നുണ്ട്. നമുക്ക് സമയബന്ധിത എനിക്ക് തോന്നുന്നു കാലാവസ്ഥാ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതോടുകൂടി ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെടുന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത്. ഇപ്പോൾ ഡൗൺ സൗത്ത് ഇന്ത്യയിലെ ഡൗൺ സൗത്തായ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ക്ലൈമറ്റ് വളരെ വൾണറബിളാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിർമ്മാണം. ഇപ്പോൾ എനിക്ക് അനുഭവം പറയാം. ഞാനൊരു MLA ആണ്. എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ തന്നെ റോഡ് നിർമ്മാണം ആരംഭിച്ചിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞു ചിലത്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ വെച്ചിട്ടുള്ള ഗ്രാമീണ റോഡുകളുടെ പണി ടെൻഡർ നടപടികൾ പൂർത്തിയായി വർക്ക് തുടങ്ങാൻ പറ്റുന്നില്ല. കാരണം കാലാവസ്ഥയാണ്. എല്ലാ പ്രശ്നങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 1 man 1 person 1 വോട്ടാണ്. ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവിടുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളൊക്കെ പലരും പല രീതിയിൽ വോട്ട് ചെയ്തു. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു ഒതൻറ്റിക്കായി പറയാൻ പറ്റുന്ന സാഹചര്യമല്ല ഇപ്പോൾ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. ഒരു പൗരന് ഒരു വോട്ട് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മാൽ പ്രാക്ടീസ് വോട്ടിംഗ് പ്രോസസ്സായി വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടത് ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടുത്തെ എല്ലാ ആളുകളും ആ നിലയിൽ പരാതിയെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിക്കുന്നവർ വാനരന്മാരെന്നൊക്കെയാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിനോടൊന്നും ഞാനിപ്പോൾ കമൻറ്റ് ചെയ്യുന്നില്ല. ദേശീയപാത നിർമ്മാണത്തിലെ അനാസ്ഥയ്ക്കും ഗതാഗതക്കുരുക്കിനുമെതിരെ LDFന്റെ ജനകീയ പ്രതിഷേധം. LDF ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലക്കാട് NHAI പ്രൊജക്ട് ഡയറക്ടർ ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. അഴിക്കുംതോറും മുറുകുന്ന കുരുക്കായി ദേശീയപാത നിർമ്മാണം മാറിയെന്ന് EN സുരേഷ് ബാബു പറഞ്ഞു. അടിപ്പാത, പാർക്കിംഗ്, ഡ്രെയിനേജ് തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങളുടെ ചട്ടം പാലിക്കാതെ അശാസ്ത്രീയമായാണ് നിർമ്മാണം. ജനങ്ങളുടെ ജീവന സുരക്ഷിതത്വമില്ലാത്ത രൂപരേഖകൾ കരാറുകാരുടെ താൽപ്പര്യത്തിന് മാറ്റിയാണ് നിർമ്മാണമെന്നും കരാറുകാരുടെ അനാസ്ഥ കേരളത്തിൽ നടപ്പാവില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. നാം നടത്തുന്നത് ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാതയുടെ നിർമ്മാണം അതിവേഗതയിൽ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമാണ് ഇതും.
പക്ഷേ ഇവിടെ ഉണ്ടാകുന്നൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്ന ഈ ഡിപ്പാർട്ട്മെൻറ്റ്, അതിൽ കുറേ ഉദ്യോഗസ്ഥന്മാർ അവർക്ക് തോന്നിയതുപോലെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു ജനത്തിനോടുള്ള വെല്ലുവിളി എന്ന് വേണമെങ്കിൽ പറയാം. ആ നിലയിലേക്കാണ് അവരുടെ ഒരു സമീപനം. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരായിരിക്കും. പക്ഷേ ഇത് കേരളത്തിൻ്റെ സ്ഥലത്താണ് നമ്മൾ ദേശീയപാത വികസനം നടത്തുന്നതിന് വേണ്ടി നിശ്ചയിച്ചുള്ളത്. ജനങ്ങളുടെ സൗകര്യം കണക്കാക്കിയിട്ടാണ് ഇത്തരം വികസനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അങ്ങനെയുള്ള ജനത്തിൻ്റെ സൗകര്യങ്ങളെ പരിപൂർണമായും അവഗണിച്ചുകൊണ്ടാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തൃശൂർ ജില്ലയിലെ കൊരട്ടി, മേലൂർ, കറുകുറ്റി, ചാലക്കുടി തുടങ്ങി തദ്ദേശ സ്ഥാപനങ്ങളിലെ LDF ജനപ്രതിനിധികളും നാട്ടുകാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള സാഹിത്യ അക്കാദമിയുടെ സാർവദേശീയ സാഹിത്യോത്സവമായ ILFK രണ്ടാം പതിപ്പിന് തൃശൂരിൽ തിരിതെളിഞ്ഞു. സാഹിത്യകാരൻ വൈശാഖൻ പതാക ഉയർത്തി. സാഹിത്യ അക്കാദമി ഹാളിൽ മന്ത്രി കെ രാജൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയത്തിന് MT ഓഡിറ്റോറിയം എന്ന പേരിടലും മന്ത്രി നിർവഹിച്ചു. നുണകൾ പ്രചരിപ്പിക്കുകയും നുണകൾ ഉപയോഗിച്ച് സാഹിത്യ സൃഷ്ടി നടത്തുകയും അതിനെ സ്ഥാപിക്കുകയും ചെയ്യാനുള്ള ശ്രമങ്ങൾ നടക്കുന്ന അന്തരീക്ഷമാണിപ്പോഴുള്ളതെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. ഈ സാഹചര്യത്തിൽ ലോകത്തിനു മുന്നിൽ കേരളത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു മതനിരപേക്ഷ ബദലാണ് സാർവദേശീയ സാഹിത്യോത്സവം. കേരളത്തിൻ്റെ അതിസമ്പന്നമായ സാംസ്കാരികത മനഃപൂർവ്വം തിരസ്കരിക്കപ്പെടുന്നു എന്നതുകൂടി നാം തിരിച്ചറിയേണ്ട ഘട്ടമാണിത്. നാടിൻ്റെ സാംസ്കാരിക മുന്നേറ്റങ്ങളെ തകർക്കാൻ അസത്യ, ജഡിലവും വികലവുമായ സിനിമകൾ പോലും പടച്ചുവിടുന്ന അതിഭീകരമായ പരിശ്രമങ്ങൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നാട് ഇന്ന് വിവിധങ്ങളായിട്ടുള്ള പ്രതിസന്ധികളെ അഭിസംബോധന ചെയ്യുന്ന ഒരു നാടാണ്. കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിൽ സാഹിത്യ പ്രസ്ഥാനവും വായനശാലകളും സാംസ്കാരിക പ്രവർത്തനങ്ങളും നാടക പ്രസ്ഥാനങ്ങളും ഒക്കെ വഹിച്ച പങ്ക് ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതി പിടിപ്പിക്കപ്പെട്ട ഒന്നാണ്. കേരളം കണ്ട സമാനതകളില്ലാത്ത കർഷക തൊഴിലാളി സമരങ്ങൾ എങ്ങനെയാണ് നാടിനെ ഇളക്കിമറിച്ചത്, അതുപോലെയോ അതിനേക്കാൾ കരുത്തോടെയോ കേരളത്തിലെ നാടക പ്രസ്ഥാനങ്ങളും സാഹിത്യ പ്രസ്ഥാനങ്ങളും എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും നവോത്ഥാനത്തിന്റെ നാടായി കേരളത്തെ മാറ്റാൻ നടത്തിയിട്ടുള്ള സമാനതകളില്ലാത്ത സംഭവങ്ങൾ കേരളത്തിന്റെ ചരിത്രത്തിലെ ആരാലും മറക്കാൻ പറ്റാത്ത അഭിമാനകരമായിട്ടുള്ള അടയാളപ്പെടുത്തലുകളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ കേരളത്തിന്റെ നവോത്ഥാനത്തിനും അപ്പുറത്ത് നാട് നേടിയ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി നാം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ബഹുസ്വരതയുടെയും ചിന്തകളെ തകർക്കാൻ ഭരണഘടനയെ തന്നെ ഉന്മൂലനം ചെയ്യാനും ശ്രമിക്കുന്ന ശക്തികൾ എല്ലാ വിധത്തിലുള്ള ഫാസിസ്റ്റ് രൂപങ്ങളോടെ സാംസ്കാരിക മേഖലകളിൽ ഉൾപ്പെടെ ഇടപെടുന്ന അപകടകരമായിട്ടുള്ള ഒരു കാലത്തിന്റെ നടുവിലാണ്. ഫെസ്റ്റിവൽ ബുക്ക് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു കളക്ടർ അർജുൻ പാണ്ഡ്യന് നൽകി പ്രകാശനം ചെയ്തു. കേരള സാഹിത്യ അക്കാദമിയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് സാർവദേശീയ സാഹിത്യോത്സവമെന്ന് മന്ത്രി R. ബിന്ദു അഭിപ്രായപ്പെട്ടു. ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ കേരള സാഹിത്യ അക്കാദമി വൈസ് പ്രസിഡന്റ് അശോകൻ ചെരുവിൽ കേരള ലളിതകലാ അക്കാദമി ചെയർപേഴ്സൺ മുരളി ചീരോത്തിന് നൽകി പ്രകാശനം ചെയ്തു. പി. ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് മുഖ്യാതിഥിയായിരുന്നു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ ഫെസ്റ്റിവൽ പരിപ്രേക്ഷ്യം അവതരിപ്പിച്ചു. സാഹിത്യ അക്കാദമിയിൽ ഓഗസ്റ്റ് 21 വരെ നടക്കുന്ന സാഹിത്യോത്സവത്തിൽ കലാസാംസ്കാരിക പരിപാടികളടക്കം 70ഓളം സെഷനുകളാണ് ക്രമീകരിച്ചിട്ടുള്ളത്. സംവാദങ്ങൾ, പ്രഭാഷണങ്ങൾ, കുട്ടികളുടെ സാഹിത്യോത്സവം, കലാപരിപാടികൾ, നാടകം തുടങ്ങി 3 വേദികളിലായി വിവിധ പരിപാടികൾ അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സംഗീതം അനശ്വരമാണ്. ചരിത്രമുള്ളിടത്തോളം ചെമ്പൈ സ്മരിക്കപ്പെടുമെന്നും മന്ത്രി VN വാസവൻ. കോട്ടായി ചെമ്പൈ ഗ്രാമത്തിൽ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവത്തിന്റെ സുവർണ ജൂബിലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ പെരുമാറി മാതൃക കാട്ടിയ ചെമ്പൈ സാമൂഹ്യ പുരോഗതിക്ക് കല എന്ന നിലപാട് സ്വീകരിച്ചു. സംഗീതത്തിന് ഒരു സംസ്കാരം രൂപപ്പെടുത്താൻ പരിശ്രമിച്ച ചെമ്പൈ കേരളത്തിന്റെ സംഗീത സംസ്കാരം രൂപപ്പെടുത്തി. തനിക്ക് പിന്നിൽ നിരവധി ശിഷ്യന്മാരെ വളർത്താനും ചെമ്പൈ പ്രയത്നിച്ചു.
ചെമ്പൈ ഉയർത്തിപ്പിടിച്ച വിശ്വമാനവികതയുടെ സംഗീതമാണ് ഉയർത്തിപ്പിടിക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. ചെയ്ത കാര്യം തന്റെ വരുമാനത്തിൽ ചെലവ് കഴിച്ചു ബാക്കി മുഴുവൻ പണവും ഗുരുവായൂർ ക്ഷേത്രത്തിന് സമർപ്പിക്കുന്ന രൂപത്തിലേക്ക് തീരുമാനമെടുത്തു എന്നുള്ളതാണ് 54 ശബ്ദം വീട്ടിലെടുത്തപ്പോൾ അദ്ദേഹം എടുത്ത നിലപാട്. ഇങ്ങനെ ഗുരുവായൂർ ഭക്തൻ വിനീത വിജയദാസനായിട്ടായിരുന്നു ഗുരുവായൂരിലെ ഏകാദശി നാളിൽ തുടങ്ങിയ സംഗീത കച്ചേരി പിന്നീട് നീണ്ടു മുന്നോട്ട് പോയിട്ടുണ്ട്. അദ്ദേഹത്തെ ഇവിടെ വിജയമാസ്റ്റർ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഒരു വിശ്വമാനവികയുടെ സന്ദേശം കേൾക്കുന്ന സംഗീത വീക്ഷണം അതാണ് നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. സുവർണ ജൂബിലി ലോഗോ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. സുവർണ ജൂബിലി സ്മാരക തപാൽ സ്റ്റാമ്പ് കവർ, ചെമ്പൈ സംഗീതവും ജീവിതവും പുസ്തക പ്രകാശനം എന്നിവയും നടന്നു. ആലങ്കോട് ലീലാകൃഷ്ണൻ ചെമ്പൈ അനുസ്മരണ പ്രഭാഷണം നടത്തി. പി സുമോദ് MLA മുഖ്യാതിഥിയായിരുന്നു. ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ, ചെമ്പൈ സുരേഷ്, PN സുബ്ബരാമൻ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ മനോജ്, മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, PC ദിനേശൻ നമ്പൂതിരിപ്പാട്, സ്വാഗത സംഘം ചെയർമാൻ കീഴത്തൂർ മുരുകൻ, ചെമ്പൈ ശിഷ്യ ഗായത്രി തമ്പാൻ, സൈനുദ്ദീൻ പത്രിപ്പാല, കുഴൽമന്ദം രാമകൃഷ്ണൻ, TR അജയൻ, സദനം ഹരികുമാർ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് കോട്ടായി ചെമ്പൈ ഗ്രാമം, കോഴിക്കോട് തളി ക്ഷേത്രം, തൃശൂർ സംഗീത നാടക അക്കാദമി, വൈക്കം മഹാദേവ ക്ഷേത്രം, തിരുവനന്തപുരം ശ്രീവരാഹം, ചെമ്പൈ മെമ്മോറിയൽ ഹാൾ, ഗുരുവായൂർ തുടങ്ങി 6ഇടത്തായാണ് ചെമ്പൈ സംഗീതോത്സവം സുവർണ ജൂബിലി ആഘോഷിക്കുന്നത്. പ്രശസ്ത സംഗീതജ്ഞൻ TM കൃഷ്ണയുടെ സംഗീത കച്ചേരിയും സംസ്ഥാനതല ഉദ്ഘാടനത്തിന്റെ ഭാഗമായി കോട്ടായി ഗ്രാമത്തിൽ നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പത്രത്തിൽ പേരും പടവും വരാനാണ് കർഷകർ സമരം ചെയ്യുന്നതെന്ന മന്ത്രി MP രാജേഷിന്റെ പ്രസ്താവന അപഹാസ്യമെന്ന് സംയുക്ത കർഷകവേദി. സർക്കാരിന്റെ കർഷകദ്രോഹത്തിനെതിരെ 29 നടക്കുന്ന സെക്രട്ടേറിയറ്റ് മാർച്ചിന് മുന്നോടിയായി 19 സ്വതന്ത്ര കർഷക സംഘടനകളുടെ സംയുക്ത കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നെല്ല് സംഭരണത്തിനായി കേന്ദ്ര സർക്കാരുമായി കേരള സർക്കാർ ഉണ്ടാക്കിയ MOUവിൻ്റെ നഗ്നമായ ലംഘനമാണ് കേരളത്തിൽ നടക്കുന്നത്. കേന്ദ്രത്തിൽ നിന്നും അധിക തുക കൈപ്പറ്റിയതുകൊണ്ടാണ് സംഭരണ രേഖകൾ സർക്കാർ പുറത്തുവിടാത്തത്. കർഷകരെയും കൃഷിയെയും സംരക്ഷിക്കാനായി രംഗത്തിറങ്ങിയവർ തന്നെ അത് അട്ടിമറിക്കുകയാണെന്നും സംയുക്ത കർഷകവേദി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാരിൻ്റെ ഇഷ്ടക്കാർക്ക് തോന്നിയ പോലെ വേതനം വർദ്ധിപ്പിച്ചു നൽകുമ്പോഴാണ് നെല്ലുവില ലഭിക്കാനായി കർഷകർ മാസങ്ങളായി അലയുന്നത്. പ്രതിഷേധിക്കുന്ന കർഷകരെ പുച്ഛിക്കുന്ന രീതിയിലുള്ള മന്ത്രിയുടെ പ്രസ്താവന തീർത്തും അപഹാസ്യമാണ്. നെല്ലുവില അധികം നൽകുന്നത് കേരളത്തിലാണെന്ന മന്ത്രിമാരുടെ പ്രസ്താവന യാഥാർത്ഥ്യമല്ല. ഛത്തീസ്ഗഡ്, ഒറീസ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നെല്ലിന് കിലോയ്ക്ക് 35 രൂപ നിരക്കിൽ 48 മണിക്കൂറിനകം നൽകുന്നുണ്ട്. 2-3 സംസ്ഥാനങ്ങളിൽ കൊടുക്കുന്നുണ്ട്. അതേ സ്ഥാനത്ത് 5 മാസമായിട്ടും പൈസ കൊടുക്കാത്ത ഒരു സ്ഥിതിയിലാണ് ഇന്ന് കേരള ഗവൺമെന്റ്. കർഷകരെ അപമാനിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ 2 മന്ത്രിമാർ ഇന്നലെ. യഥാർത്ഥ കർഷകര് ചിങ്ങം 1 കൃഷിഭവനിൽ ആദരിക്കാൻ എത്തിയെന്നും പൈസ കിട്ടാതെ റോഡില് സമരം ചെയ്തവര് പരസ്യത്തിന് വേണ്ടി പത്രത്തിലെ വാർത്ത വരാൻ വേണ്ടി സമരം ചെയ്തു എന്നുള്ള കർഷകരെ അപമാനിക്കുകയാണ് മന്ത്രി ചെയ്തിട്ടുള്ളത്. ആദ്യമായിട്ട് മന്ത്രി മാപ്പ് പറയണമെന്നൊരു റിക്വസ്റ്റ് കൂടി ഞങ്ങൾക്കുണ്ട്. രണ്ടാമത്, നമ്മൾ ഈ കേന്ദ്രം ഏതൊക്കെ കാലഘട്ടത്തിൽ എത്ര വർദ്ധിപ്പിക്കുന്നു? 4-5 വർഷങ്ങളായിട്ട് 5 രൂപ 10 പൈസയിൽ മേലെ കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു. 8 രൂപ 20 പൈസ തന്നിരുന്ന ഇൻസെന്റീവ് കേരള ഗവൺമെന്റ് ചുരുക്കി 5 രൂപ 20 മാറ്റി. എത്ര കണ്ട് വർദ്ധിപ്പിക്കുന്നോ അത്രയും പൈസ ഇവിടെ കുറയ്ക്കുന്ന ഒരു സ്ഥിതി. മന്ത്രി ഇന്നലെ പച്ച നുണ പറഞ്ഞത് ഏറ്റവും കൂടുതൽ നെല്ലിന്റെ വില കൊടുക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണെന്നാണ് പറഞ്ഞത്. ഒറീസയിൽ 31 രൂപ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒറീസ മാത്രമല്ല, ഛത്തീസ്ഗഡ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ 2-3 സംസ്ഥാനങ്ങളിൽ 31 രൂപ വെച്ച് നെല്ല് സംഭരിക്കുന്നുണ്ട്. നെല്ല് സംഭരണ കൈകാര്യ ചെലവിൻ്റെ 95% കേന്ദ്ര സർക്കാർ മുൻകൂർ നൽകിയിട്ടുണ്ട്. കർഷകർക്ക് പണം നൽകാനായി റിസർവ് ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത സർക്കാർ തുക വകമാറ്റിയിരിക്കുകയാണ്. നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് നടത്തുന്നതെന്നും ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. സർക്കാരിൻ്റെ കർഷകദ്രോഹത്തിനെതിരെ കർഷക സമരവേദി 29-ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. ഇതിനു മുന്നോടിയായി 19-ന് സ്വതന്ത്ര കർഷക സംഘടനകൾ സംയുക്ത കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്നും ഭാരവാഹി പ്രഭാകരൻ പറഞ്ഞു.
വിവിധ കർഷക സംഘടനാ ഭാരവാഹികളായ മുതലാന്തോട് മണി, സജീഷ് കുത്തനൂർ, പാണ്ടിയോട് പ്രഭാകരൻ, ചിദംബരൻകുട്ടി മാസ്റ്റർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വിരമിച്ച സഹകരണ വകുപ്പ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന് കേരള കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ. പെൻഷൻ ബോർഡിന് നിരവധി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചെങ്കിലും ഇതിലൊന്നും നടപടിയുണ്ടായില്ലെന്നും മുണ്ടൂർ രാമകൃഷ്ണൻ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മിനിമം പെൻഷൻ 3500 രൂപ മാത്രമാണ് സഹകരണ പെൻഷൻകാർക്ക് ലഭിക്കുന്നത്. മെഡിസെപ്പ് ആനുകൂല്യം ലഭ്യമല്ല. കിട്ടിക്കൊണ്ടിരിക്കുന്ന 9% DA നിലച്ച സ്ഥിതിയാണ്. വിരമിച്ച ജീവനക്കാരെ പാടെ ഉപേക്ഷിക്കുന്ന സമീപനത്തിൽ നിന്ന് സഹകരണ വകുപ്പ് പിന്മാറണമെന്ന് മുണ്ടൂർ രാമകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സഹകരണ പെൻഷൻകാരുടെ പ്രശ്നങ്ങളും പ്രതിവിധിയും ഓഗസ്റ്റ് 20, 21, 22 തീയതികളിൽ പാലക്കാട്ട് നടക്കുന്ന കൗൺസിൽ ചർച്ച ചെയ്യും. സർവീസ് പെൻഷൻകാരനെ പോലുള്ള പെൻഷനല്ല ഉള്ളത്. ഇതൊരു പെൻഷൻ ബോർഡാണ്. ആ സ്വാശ്രയ പെൻഷനാണ്. ഞങ്ങളുടെ പ്രോവിഡന്റ് ഫണ്ട് അങ്ങോട്ട് അടച്ച പൈസയുടെ അതിൽ നിന്ന് ഇപ്പോഴത്തെ ജീവനക്കാരും അടയ്ക്കുന്ന പൈസയും കൂടി കൂട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റും മറ്റൊക്കെ ആയിട്ടാണ് തരുന്നത്. അപ്പോൾ മിനിമം പെൻഷനും പരമാവധി പെൻഷനും വളരെ കുറവാണ്. മിനിമം പെൻഷൻ വന്ന് 3600 രൂപയൊക്കെ ഉള്ളൂ. പരമാവധി പെൻഷൻ പറയുന്നത് 18,000 ഒക്കെ ഉള്ളൂ. അപ്പോൾ ആ പെൻഷൻ കൂട്ടണം. അതുപോലെ DA ഞങ്ങൾക്ക് നേരത്തെ 9% DA ഉണ്ടായിരുന്നതാണ്. 2021 ഒരു പെൻഷൻ പരിഷ്കരണം നടത്തിയപ്പോൾ സാധാരണ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുമ്പോൾ DA കുറച്ച് കൂട്ടുകയും ചെയ്യാം. ജില്ലാ പ്രസിഡന്റ് കെ ബാലസുബ്രഹ്മണ്യൻ, സെക്രട്ടറി പി മനോമോഹനൻ, എ കണ്ണദാസ്, എം ശിവശങ്കരൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ BMS ഷൊർണൂർ മേഖലാ കമ്മിറ്റി സമര പ്രഖ്യാപന കൺവെൻഷൻ നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് വി ശിവദാസ് ഉദ്ഘാടനം ചെയ്തു. BMS മേഖലാ പ്രസിഡന്റ് NG അശോകൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ സമാപന പ്രസംഗം നടത്തി. കെ ഗംഗാധരൻ, സി പുഷ്പരാജ്, കെ സോമസുന്ദരൻ, കെ ഉണ്ണികൃഷ്ണൻ, പി കുഞ്ഞുകുട്ടൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം റേഞ്ച് ഫോറസ്റ്റ് കാര്യാലയത്തിനായുള്ള പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തിയായി. ചുവന്ന ഗേറ്റ് പ്രദേശത്ത് നിർമ്മിച്ച പുതിയ ഓഫീസ് കെട്ടിടം ഇനി ഉദ്ഘാടനത്തിനായി സജ്ജമായിരിക്കുകയാണ്. നാബാർഡ് ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. കുളപ്പള്ളി പട്ടാമ്പി പാതയോട് ചേർന്ന് ചുവന്നുകേറ്റ് സ്റ്റോപ്പിന് സമീപമായാണ് ഒറ്റപ്പാലം റേഞ്ച് ഫോറസ്റ്റ് കാര്യാലയത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. നിലവിൽ മഹർഷി വിദ്യാലയം റോഡിൽ വനം വന്യജീവി വകുപ്പിൻ്റെ സ്ഥലത്ത് വർഷങ്ങളായി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചു വരുന്നുണ്ടെങ്കിലും കൂടുതൽ സൗകര്യത്തോടു കൂടിയാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. പ്രധാന പാതയോട് ചേർന്ന് ഒറ്റനില കെട്ടിടമാണ് നിർമ്മിച്ചിരിക്കുന്നത്. നബാർഡിൻ്റെ ഫണ്ട് ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം. കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ് ഓഫീസ് മന്ദിരം. വകുപ്പ് മന്ത്രിയുടെ തീയതി കിട്ടുന്ന മുറയ്ക്ക് ഉടൻ കെട്ടിടം ഉദ്ഘാടനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ, ക്ലർക്കുമാർ എന്നിവർ ഉണ്ടാകും. ഓഫീസിൽ പുതിയ ഫർണിച്ചറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഒറ്റപ്പാലം താലൂക്ക്, പട്ടാമ്പി താലൂക്ക് എന്നിവയാണ് ഈ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിന് കീഴിലായി വരുന്നത്. പട്ടാമ്പി, തിരുവാഴിയോട്, കുളപ്പുള്ളി എന്നീ സെക്ഷൻ ഓഫീസുകളും റേഞ്ച് ഫോറസ്റ്റ് കാര്യാലയത്തിൻ്റെ പരിധിയിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കനത്ത മഴയിലും കാറ്റിലും മരം കടപുഴകി വീണ വീട് തകർന്നു. ദുരന്തം ഒഴിവായത് തലനാരിഴയ്ക്ക്. കോട്ടായി പെരിങ്കുളങ്ങര മണ്ഡലക്കോട് കളത്തിൽ വീട്ടിൽ രാധാകൃഷ്ണനും കുടുംബവും താമസിക്കുന്ന ഓട്ടിട്ട വീടിന് മുകളിലേക്കാണ് വീട്ടുവളപ്പിലെ ഭീമൻ വേങ്ങമരം കടപുഴകി വീണത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. ഭീമൻ വേങ്ങമരമാണ് കടപുഴകി വീടിന്റെ മുകളിലേക്ക് വീണത്. ഈ സമയം വീട്ടിനകത്തുണ്ടായിരുന്ന രാധാകൃഷ്ണന്റെ മകൾ ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ രക്ഷപ്പെട്ടു. 2 വർഷം മുമ്പ് പുതുക്കിപ്പണിത വീടാണ് തകർന്നത്. ഏകദേശം 4 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചതായി വീട്ടുകാർ പറഞ്ഞു. വീട് തകർന്നതോടെ രാധാകൃഷ്ണനും കുടുംബവും താമസിക്കാനിടമില്ലാത്ത സ്ഥിതിയിലാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ശക്തമായ കാറ്റിലും മഴയിലും മണ്ണൂർ 1-ാം വാർഡിൽ 2 വീടുകൾ തെങ്ങ് വീണ് തകർന്നു. ചിറയിൽ പട്ടികജാതി കോളനിയിലെ തങ്കമ്മുവിന്റെ വീടാണ് തകർന്നത്. മണ്ണൂർ ചിറയിൽ രാജന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് വീട് തകർന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ, ഷഫീഖ്, സുനിത എന്നിവർ വീടുകൾ സന്ദർശിച്ചു. മണ്ണൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിലെ ചിറയിൽ വീട്ടിൽ കുട്ടിയമ്മ എന്നവരുടെ വീട്ടിന്റെ തെങ്ങാണ് ഇവിടെ വീണ് കിടക്കുന്നത്. വളരെയധികം ഭാഗ്യം കൊണ്ടാണ് ഈ കുടുംബം രക്ഷപ്പെട്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ജീവൻ വരെ അപകടത്തിലാവുമായിരുന്നു. തൊട്ടപ്പുറത്തെ വീട്ടിലും ഇവിടെയും
ഈ ഇന്നത്തെ ഉച്ചയ്ക്ക് 2 മണിക്കുണ്ടായ അതിശക്തമായ കാറ്റിലും മഴയിലുമാണ് തെങ്ങ് കടപുഴകി വീണിരിക്കുന്നത്. ഇവർക്ക് വീടിന്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ മണ്ണൂർ പഞ്ചായത്തിലും വില്ലേജിലും മറ്റ് കലക്ടറുടെ ഭാഗത്തും കൊടുത്ത് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ധനസഹായം എത്രയും പെട്ടെന്ന് അനുവദിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്ന് സമയത്ത് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. അമ്പലപ്പാറ ചെറുമുണ്ടശ്ശേരിയിൽ ശക്തമായ മഴയിൽ വീടിന്റെ അടുക്കള ഭാഗം തകർന്നു വീണു. മല്ലൻചോല ചന്ദ്രൻ ജാനകി ദമ്പതികളുടെ വീടിന്റെ അടുക്കളയാണ് തകർന്നത്. ഗൃഹോപകരണങ്ങൾ നശിച്ചിട്ടുണ്ട്. വാർഡ് മെമ്പർ പി മുഹമ്മദ് കാസിം സ്ഥലം സന്ദർശിച്ചു. കാറ്റിലും മഴയിലും തെങ്ങ് പൊട്ടി വീണ് വീട് തകർന്നു. ഒറ്റപ്പാലം തോട്ടക്കര പനവരമ്പത്ത് ചിറക്കൽ പടിക്കൽ അശോകന്റെ വീടിന് മുകളിലേക്കാണ് തെങ്ങ് പൊട്ടി വീണത്. ഉച്ചയ്ക്ക് വീശിയൊടിച്ച കാറ്റിലാണ് തെങ്ങ് വീണത്. ഓടുമേഞ്ഞ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. സംഭവ സമയത്ത് അശോകന്റെ അമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ശബ്ദം കേട്ട് അവർ പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തമൊഴിവായി. നഗരസഭാ കൗൺസിലർ സി ശോഭന, കെ വി സന്തോഷ് കുമാർ, കെ സുരേഷ് കുമാർ എന്നിവർ സ്ഥലം സന്ദർശിച്ചു. മങ്കരയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരം വീണ് വീട് തകർന്നു. മങ്കര 7-ാം വാർഡിൽ ചെമുക അത്താണി മൂച്ചിക്കൽ രവിയുടെ വീടാണ് തകർന്നത്. വീടിന് സമീപത്തെ തേക്ക് മരമാണ് വീണത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12:30യോടെയായിരുന്നു സംഭവം. സംഭവ സമയം വീട്ടുടമ രവി അകത്തുണ്ടായിരുന്നുവെങ്കിലും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുട്ടികളുടെ പഠനോപകരണങ്ങൾ, പുസ്തകങ്ങൾ എന്നിവയും നശിച്ചു. വളത്തൂർ നഗർ പഞ്ചായത്ത് 7-ാം വാർഡിലെ തകർച്ചയിലായ അത്തിക്കപ്പറമ്പ് റോഡ് UDF ശ്രമദാനത്തിലൂടെ ഗതാഗത യോഗ്യമാക്കി. 7-ാം വാർഡ് UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തികൾ. വെട്ടിക്കാട്ടിൽ നിന്ന് പൈങ്കുളം ഭാഗത്തേക്ക് എളുപ്പമാർഗം പോകുന്ന അത്തിക്കപ്പറമ്പ് റോഡാണ് UDF കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹിറ്റാച്ചി കൊണ്ടുവന്ന് നേരെയാക്കിയത്. ഈ ഭാഗങ്ങളിൽ റോഡിന്റെ 2 സൈഡുകളിലും കാട്ടുവള്ളികളും പുല്ലും മറ്റും വളർന്നു നിൽക്കുന്നതിനെ തുടർന്ന് സാമൂഹ്യവിരുദ്ധർ മാലിന്യം നിക്ഷേപിക്കുന്നത് പതിവാണ്. കൂടാതെ തെരുവു നായ്ക്കൾ ഭക്ഷണം കഴിക്കാനായി എത്തുന്ന സ്ഥലമായി ഈ പ്രദേശം മാറിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഓവുചാലില്ലാത്തതിനെ തുടർന്ന് മഴവെള്ളം റോഡിലേക്ക് പോകുന്ന അവസ്ഥയുമുണ്ട്. ഇതേ തുടർന്നാണ് UDFന്റെ നേതൃത്വത്തിൽ ഹിറ്റാച്ചി കൊണ്ടുവന്ന് കാട്ടുവള്ളികൾ മാറ്റി സൈഡിലൂടെയുള്ള ഓവുചാൽ വൃത്തിയാക്കുന്ന പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. UDF നേതാക്കളായ ഷാജി, അഹമ്മദ് സഹ്വാൻ, അബ്ദുൾ റഫീഖ്, കബീർ ഷെരീഫ്, സുബൈർ, നാസർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു ശുചീകരണ പ്രവൃത്തികൾ. ഇവിടെ ഈ റോഡ് സൈഡിൽ ഈ റോഡിൻ്റെ ദയനീയ അവസ്ഥ നിങ്ങൾ കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ ദയനീയമായ അവസ്ഥ. നടന്നു പോകുന്ന നമ്മുടെ നാട്ടുകാരും അതുപോലെ തന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും വളരെയധികം ബുദ്ധിമുട്ടാണ്. റോഡിൻ്റെ 2 വശങ്ങൾക്ക് മാറി നടക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. അപ്പോൾ അങ്ങനെ പരാതി കിട്ടിയ അടിസ്ഥാനത്തിലാണ് UDFൻ്റെ പ്രവർത്തകരായ ഞങ്ങളെല്ലാവരും ഇതിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഈ സൈഡെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയെങ്കിലും നമ്മുടെ നാട്ടുകാരാണ് ഇവിടെ വേസ്റ്റ് കൊടുന്നിരുന്നത്. അപ്പോൾ നമ്മളൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളും നാട്ടുകാരും നടന്നു പോണ വഴിയാണ്. ഇവിടെ ആരും വേസ്റ്റ് കൊടുന്നിടരുത്. അപ്പോൾ നമ്മൾ റിക്വസ്റ്റാണ്. ഓക്കെ. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. രാഷ്ട്രീയ ആയുർവേദ വിദ്യാപീഠ് ന്യൂഡൽഹിയുടെ സഹകരണത്തോടെ ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിൽ 6 ദിവസത്തെ CME ക്യാമ്പിന് തുടക്കമായി. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 30 ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർമാരും പ്രൈവറ്റ് പ്രാക്ടീഷണർമാരുമാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 30 ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസർമാരും പ്രൈവറ്റ് പ്രാക്ടീഷണർമാരുമാണ് പങ്കെടുക്കുന്നത്. പരിശീലകരായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 14 ആയുർവേദ ഡോക്ടർമാർ എത്തുന്നു. ദിവസവും പ്രായോഗിക പരിശീലനത്തോടു കൂടിയ ക്ലാസുകളാണ് നടത്തുന്നത്. സെമിനാർ CCRIS ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഡോക്ടർ N. ശ്രീകാന്ത് ഉദ്ഘാടനം ചെയ്തു. CCRIS പഞ്ചകർമ്മ വിഭാഗങ്ങളിൽ നടത്തുന്ന ഗവേഷണങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. സ്ഥാപന മേധാവി ഡോക്ടർ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സുദേശ് N. ഗൈദാനി, ഡോക്ടർ VC ദീപ്, ഡോക്ടർ N. തമിഴ്ശെൽവം, ഡോക്ടർ ദേവി R. നായർ, ഡോക്ടർ പാർവതി G. നായർ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ സഞ്ജീവ് കുമാർ, ഡോക്ടർ G. വിനോദ് കുമാർ, ഡോക്ടർ ജ്യോതി KB എന്നിവർ ക്ലാസുകൾ നയിച്ചു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഡോക്ടർ രാജ് കലാപാട്ടീൽ, ഡോക്ടർ രാഹുൽ S. ഗാന്ധി, ഡോക്ടർ VC ദീപ്, പ്രൊഫസർ അനന്തറാം ശർമ്മ, ഡോക്ടർ സുബിൻ വൈദ്യമഠം, ഡോക്ടർ പ്രവീൺ കുമാർ മടിക്കൊണ്ട, ഡോക്ടർ N. ഷൺമുഖം, ഡോക്ടർ H. അനസൂയ, ഡോക്ടർ NV ശ്രീവത്സ്, ഡോക്ടർ മാത്യൂസ് ജോസഫ്, ഡോക്ടർ നവീൻ ചന്ദ്ര ജോഷി എന്നിവർ ക്ലാസുകൾ നയിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണിയംകുളം പഞ്ചായത്തിൽ പുരോഗമന കലാസാഹിത്യ സംഘം യൂണിറ്റ് ങ്ങൾക്ക് തുടക്കമായി. പനയൂർ യൂണിറ്റ് സമ്മേളനം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം മനോഹരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പനയൂർ ഡ്രീം ഡെസ്റ്റിനി ഓഡിറ്റോറിയത്തിലായിരുന്നു സമ്മേളനം. പിന്നെ ആർക്കൊക്കെ തിരക്കായ ഒന്ന് കാണാൻ വേണ്ടി. കാരണം എന്താ വെച്ചാൽ ഈ വർഷം 2024 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് കേട്ടിട്ടുണ്ടോ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി കേട്ടിട്ടുണ്ടോ? വലിയ സർവകലാശാല, ലോകത്തെ തന്നെ
ഏറ്റവും പ്രമുഖമായ സർവകലാശാലകളിൽ ഒന്നാം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് 2024 വാക്കായി തെരഞ്ഞെടുത്തിട്ടുള്ളത് ബ്രെയിൻ വോട്ട് എന്ന് പറയുന്ന വാക്കിനാണ്. യൂണിറ്റ് പ്രസിഡന്റ് കെ ശിവദാസ് അധ്യക്ഷത വഹിച്ചു. പൂക്കാസ ഒറ്റപ്പാലം മേഖലാ സെക്രട്ടറി DB രഘുനാഥ്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് O കുമാരൻ, സെക്രട്ടറി P രവി എന്നിവർ പ്രസംഗിച്ചു. ഋതുനന്ദ, അഭിശ്വര്യ എന്നിവർ സാമൂഹ്യ ഗാനങ്ങൾ ആലപിച്ചു. MTയുടെ മഞ്ഞിന്റെ ആസ്വാദനക്കുറിപ്പ് ആദിത്യൻ അവതരിപ്പിച്ചു. യൂണിറ്റ് സെക്രട്ടറി KM മോഹൻ സ്വാഗതവും മധുസൂദനൻ നന്ദിയും പറഞ്ഞു. ജയകൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ടു പോകാൻ സമ്മേളനം തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്റൽ മണിയുമായി സഹകരിച്ച് നിയോജക മണ്ഡലത്തിൽ 5 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുന്നു. പാലക്കാട് നഗരസഭയിൽ മണലാഞ്ചേരി വാർഡിൽ താമസിക്കുന്ന രേണുക രാമദാസ് ദമ്പതികൾക്ക് നിർമ്മിക്കുന്ന ഭവനത്തിന്റെ ശിലാസ്ഥാപനം VK ശ്രീകണ്ഠൻ MP നിർവഹിച്ചു. ചടങ്ങിൽ MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, വാർഡ് മെമ്പർ മൻസൂർ മണലാഞ്ചേരി, നഗരസഭാ അംഗങ്ങളായ A കൃഷ്ണൻ, സാജോ ജോൺ, D ഷജിത് കുമാർ, FB ബഷീർ, അനുപമ പ്രശോഭ, S സുജാത, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, മണ്ഡലം പ്രസിഡന്റുമാരായ SM താഹ, രമേഷ് പുത്തൂർ, മറ്റ് നേതാക്കളായ ഹരിദാസ് മച്ചിങ്ങൽ, V ആറുമുഖൻ, റഷീദ് കള്ളിക്കാട്, നൗഫൽ തുടങ്ങിയവർ പങ്കെടുത്തു. നമസ്കാരം. എന്തായാലും രാഹുൽ, നമ്മുടെ ബഹുമാനായ നമ്മുടെ MLA രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ താല്പര്യമെടുത്തുകൊണ്ട് അവരുടെ മണ്ഡലത്തിൽ തന്നെ 5 വീട് നിർമ്മിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട് നഗരസഭയിൽ മൻസൂർ മണലാഞ്ചേരിയുടെ വാർഡിൽ തന്നെ രേണുക രാമദാസ് ദമ്പതികൾക്കൊരു വീട് നിർമ്മാണത്തിനൊരു തറക്കല്ലിടുകയാണ്. വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാൽ പോരാ. കാരണം എന്താ വെച്ചാൽ ഇന്ന് സ്വന്തമായിട്ടൊരു വീടില്ലാതെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് സ്ഥലമുള്ളവർക്ക് വീട് കെട്ടാൻ പോലും സാധിക്കുന്നില്ല. പാലക്കാട് നഗരസഭയുടെ ഭാഗത്ത് നിന്ന് PMAY കൊടുത്തിരുന്നുവെങ്കിലും ഇപ്പോൾ ആ പ്രവർത്തനം നിലച്ചത് കാരണം ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് അത് ഒപ്പിടാത്തതിൻ്റെ പേരിൽ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ സ്ഥലമുള്ളവർക്ക് വീട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് അസോസിയേഷൻ കോട്ടായി മേഖലാ ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. സംഘടനാ സ്റ്റേറ്റ് സെക്രട്ടറി V ഹനീഫ ഉദ്ഘാടനം നിർവഹിച്ചു. സ്റ്റേറ്റ് പ്രസിഡന്റ് AR ഗണേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. M സുനീഷ്, അരുൾദാസ്, K ദിലീപ് എന്നിവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം MK ഹരിദാസ് സ്വാഗതവും മേഖലാ പ്രസിഡന്റ് VC അശോകൻ നന്ദിയും പറഞ്ഞു. കണയം വെസ്റ്റ് ബോയ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. വാടാനകുറിശി മെഡ് സ്റ്റാർ ആശുപത്രിയുമായി സഹകരിച്ചാണ് മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. കണയം വെസ്റ്റ് ബോയ്സ് ക്ലബ്ബിൽ നടന്ന ക്യാമ്പ് കുലുക്കലൂർ PHC ഹെൽത്ത് ഇൻസ്പെക്ടർ B സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സന്തോഷ്, ട്രഷറർ ജയരാജ്, രാജേഷ് വെള്ളോത്ത്, ജയകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ കളരിക്കൽ, ശശികുമാർ, KN ജയേഷ്, K ജയപ്രകാശ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. ഇന്നിവിടെ വെസ്റ്റ് ബോയ്സ് ക്ലബ്ബും അതുപോലെ തന്നെ മെഡ് സ്റ്റാർ ഹോസ്പിറ്റൽ, നമുക്കറിയാം ഇപ്പം അടുത്ത് തന്നെ സോമൈറ്റ് ഭാഗത്ത് ഓപ്പൺ ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. ഈ 2 ആളുകളും 2 ഗ്രൂപ്പും കൂടിയിട്ട് സംയുക്തമായിട്ടാണ് നമ്മൾ ഇവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വടുക സമുദായ സാംസ്കാരിക സമിതി കുത്തന്നൂർ ഏരിയ കോട്ട യൂണിറ്റിന്റെ കുടുംബസംഗമവും ഓണപ്പുടവ വിതരണവും ഉന്നത വിജയികളെ അനുമോദിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു. സംഘടനാ ഏരിയ സെക്രട്ടറി സുജാത കനകദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KN ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. M മണികണ്ഠൻ, TC ഗോപാലൻ, S പ്രസാദ് എന്നിവർ സംസാരിച്ചു. KK സുകുമാരൻ മാസ്റ്റർ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. യൂണിറ്റ് സെക്രട്ടറി MR വിവേകാനന്ദൻ സ്വാഗതവും K ജ്യോതിക്കുട്ടി നന്ദിയും പറഞ്ഞു. വടുക സമുദായത്തിന് പൂർണ്ണ OEC പദവി നടപ്പിലാക്കുക, തൊഴിൽ മേഖലകളിൽ 1% സംവരണം ഏർപ്പെടുത്തുക, സമുദായത്തിന് വിദ്യാഭ്യാസ സ്ഥാപനം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ യോഗം ഉന്നയിച്ചു. അരുത്തിക്കോട് യൂണിറ്റ് കുടുംബസംഗമവും ഓണപ്പുടവ വിതരണവും ഉന്നത വിജയികളെ അനുമോദിക്കലും ട്രഷറർ P സുജാത സുകുമാരൻ നിർവഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി V സജിത അധ്യക്ഷത വഹിച്ചു.
കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KN ഉണ്ണികൃഷ്ണൻ, R രാധാകൃഷ്ണൻ, M മണികണ്ഠൻ, TC ഗോപാലൻ, സുജാത കനകദാസ്, V ജയപ്രസാദ്, K സുന്ദരൻ, T ജയാവകാശൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വളത്തൂർ നഗർ ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനം സംഘടിപ്പിച്ചു. UR പ്രദീപ് MLAയും മുതിർന്ന കർഷകരായ V നാരായണൻകുട്ടി, KT ഇബ്രാഹിം എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. മുറം പച്ചക്കറി എന്ന രീതിയിലെല്ലാം പല സ്കീമുകൾ അറിയിച്ച് അതിൻ്റെ ഭാഗമായി ഇന്ന് കേരളത്തിനകത്ത് കൃഷിയെ വളർത്താൻ വേണ്ടിയുള്ള നല്ല ഇടപെടലാണ് ഇപ്പോൾ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞ വിഷയം, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ ചേലക്കരയിൽ വന്യമൃഗങ്ങൾ ശല്യങ്ങൾ ഇല്ല. വന്യമൃഗങ്ങൾ ശല്യം ഇപ്പോൾ ചെറുതുരുത്തി ടൗൺ കേന്ദ്രീകരിച്ച് ഒരുപക്ഷെ ചിലപ്പോൾ കുറവാകും. വനമേഖലയുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശം ഇവിടെ അത്ര വനമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ വരവൂർ പ്രദേശമായി തൊട്ട് നിൽക്കുന്ന ചില പ്രദേശമുണ്ട്, ദേശമംഗലമായി തൊട്ട് നിൽക്കുന്ന ചില പ്രദേശമുണ്ട്. അങ്ങനെ ചില പ്രദേശത്ത് വനമുണ്ട് ചെറുതുരുത്തി ഭാഗത്ത്. അപ്പോൾ മറ്റു ചില ഇപ്പോൾ ചേലക്കരയിൽ തന്നെ പല ഭാഗങ്ങൾ നോക്കിയാൽ ഒരു കൂട്ടം കുരങ്ങന്മാർ ഒരു പട്ടാള പ്രദേശം ചെറുതുരുത്തി ഉണ്ടോയെന്ന് അറിയില്ല, ചെറുതുരുത്തി ചില ഭാഗങ്ങളുണ്ടാവും, വലിയൊരു പട്ടാള വരുന്നത് വന്ന്. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം P സാബിറ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് T നിർമ്മല ദേവി, സഹകരണ ബാങ്ക് പ്രസിഡന്റ് KA ഷെരീഫുദ്ദീൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM നൌഫൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ KR ഗിരീഷ്, PM ബിന്ദു, PA യൂസഫ്, MS രോഹിണി, കാർഷിക വികസന സമിതി അംഗം MU കുഞ്ഞിത്തു, പാടശേഖര സമിതി പ്രതിനിധി P സോമസുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കാർഷിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച 10 പേരെ ആദരിച്ചു. കൃഷി ഇൻചാർജ് തെസ്നി സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ശ്രീജ ഉണ്ണികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. പായസ വിതരണവും ഉച്ചഭക്ഷണവും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കൊട്ടായി അപ്പുണ്ണിയേട്ടൻ വായനശാല വനിതാവേദിയുടെ നേതൃത്വത്തിൽ വനിതാ കർഷക സുഭദ്ര രാമകൃഷ്ണനെ കർഷകരത്ന പുരസ്കാരം നൽകി ആദരിച്ചു. കൊട്ടായി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനിത സുരോജ് പുരസ്കാര സമർപ്പണം നടത്തി. കൃഷിത്തോട്ടത്തിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിനീത സുരോജ് പുരസ്കാരം സമ്മാനിച്ചു. വായനശാല പ്രസിഡന്റ് R റിൻസി അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K പത്മാവതി, PK ആതിര, A സൈറിന, ലൈബ്രറിയൻ V ചിത്ര എന്നിവർ സംസാരിച്ചു. നമ്മളിതൊക്കെ നേരത്തെ തന്നെ ആദരിക്കേണ്ട ഒരു അമ്മ കൂടിയാണ് നമ്മളുടെ വലിയമ്മ. എന്തായാലും വലിയമ്മയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. കഷ്ടതയിലും ഈ ഒരു പച്ചക്കറി കൃഷിയൊക്കെ ചെയ്ത്, പച്ചക്കറി മാത്രമല്ല നെല്ല് കൃഷി ചെയ്യുന്നുണ്ട് പാടത്തൊക്കെ. അപ്പോൾ അതിനൊക്കെ എല്ലാവിധ ഭാവങ്ങളും വലിയമ്മയ്ക്ക് ഉണ്ടാകും. വായനശാല സെക്രട്ടറി KA അജേഷ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. നെല്ല്, തെങ്ങ്, പച്ചക്കറികൾ, പഴങ്ങൾ, ചേമ്പ്, ചേന, മുരിങ്ങ, മഞ്ഞൾ, ഇഞ്ചി, മത്തൻ, കുമ്പളം എന്നിങ്ങനെ വിവിധ വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. തന്റെ 5 ആടുകളിൽ നിന്നും ലഭിക്കുന്ന വളമാണ് കൃഷിക്ക് ഇവർ ഉപയോഗിക്കുന്നത്. മുമ്പ് പഞ്ചായത്തിൽ നിന്ന് അവാർഡ്, ക്യാഷ് അവാർഡ് വാങ്ങിയ ആളാണ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിന് കൃഷി ചെയ്യുക എന്നുള്ളത് നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കണ്ടല്ലോ എന്നുള്ള അർത്ഥത്തിൽ അങ്ങനെയൊക്കെ ചെയ്ത് അത്യാവശ്യങ്ങൾ ന്യൂസ് ബ്യൂറോ, കോട്ടായി. പാലക്കാട് ഫാമേഴ്സ് ആൻഡ് പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി മങ്കരയിൽ പ്രവർത്തനം തുടങ്ങി. മങ്കര സർവീസ് സഹകരണ ബാങ്ക് കെട്ടിടത്തിലാണ് ഓഫീസ് പ്രവർത്തനം തുടങ്ങിയത്. കർഷകർക്കാവശ്യമായ സാങ്കേതിക സഹായങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങളുടെ സംസ്കരണം, ഉൽപ്പാദനം, വിപണനം എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച് കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. കർഷകരിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് ദേശീയ സഹകരണ വികസന കോർപ്പറേഷന്റെ സഹായത്തോടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി കേരള മാർക്കറ്റിംഗ് ഫെഡറേഷനുമായി സഹകരിച്ച് ആഭ്യന്തര വിദേശ വിപണികളിൽ വിപണനം നടത്തി കാർഷികോൽപ്പന്നങ്ങൾ പരമാവധി വില ലഭ്യമാക്കുകയാണ് പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത്. 8 ഗ്രാമപഞ്ചായത്തുകളിലെ കർഷകരെ ലക്ഷ്യമാക്കിയിട്ടാണ് കേന്ദ്രം മങ്കരയിൽ പ്രവർത്തനം തുടങ്ങിയത്. അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA ഉദ്ഘാടനം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രൊഡക്ടിവിറ്റിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക പരാധീനതയുണ്ട്, മൂലധനം ലഭ്യമാകാത്ത പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം ഇറക്കി തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാർഷിക മേഖലയിൽ അതിന് പണം ഇൻവെസ്റ്റ് ചെയ്താൽ പോലും അതിന് കിട്ടുന്ന വരുമാനം വളരെ കുറവാണ്. അപ്പം അതിൻ്റെ ദുരന്തങ്ങളൊക്കെ നമ്മൾ എത്രയോ കാലങ്ങളായി ചർച്ച ചെയ്തവരാണ്. പതുക്കെ കർഷകർ ഇന്ന് അവർ ആത്മഹത്യയിലേക്ക് തിരിച്ചു വരികയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. MR മുരളി മുഖ്യപ്രഭാഷണം നടത്തി. NCDC ചീഫ് ഡയറക്ടർ തിരുവനന്തപുരം KN ശ്രീധരൻ, സഹകരണ വകുപ്പ് ഓഡിറ്റർ ലക്ഷ്മി ദേവി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മല്ലിക, കൃഷി ഓഫീസർ C മുകുന്ദകുമാർ, സഹകരണ ബാങ്ക് സെക്രട്ടറി KB സുധീർ എന്നിവർ സംസാരിച്ചു. ER ശശി സ്വാഗതവും CB ഉദയപ്രകാശ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല.
കാർഷിക മസ്ദൂർ സംഘം BMS നേതൃത്വത്തിൽ ചിങ്ങം 1 കർഷക ദിനം ആചരിച്ചു. വാണിയംകുളം ചോറോട്ടൂരിലെ മികച്ച സമ്മിശ്ര കർഷകയായ സി ഇന്ദിരയെ അവരുടെ വസതിയിലെത്തി ആദരിച്ചു. BMS ഷൊർണൂർ മേഖലാ സെക്രട്ടറി ശശി ചോറോട്ടൂർ പൊന്നാടയണിയിച്ചു. മേഖലാ വൈസ് പ്രസിഡന്റ് സി പുഷ്പരാജ്, ഷീന, സുഭദ്ര, ഗോപാലകൃഷ്ണൻ, സുഭാഷ് എന്നിവർ പങ്കെടുത്തു. മാറ്റലി വോട്ടുകൊള്ള ആരോപണത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒഴിഞ്ഞുമാറുകയാണ്. ആരോപണങ്ങളിൽ അന്വേഷണം ഉണ്ടാകില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്നു. രാഹുൽ രാജ്യത്തോട് മാപ്പ് പറയണമെന്നും കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പരാതികൾ കൃത്യസമയത്ത് ഉന്നയിച്ചില്ലെന്നാണ് കമ്മീഷന്റെ വാദം. വോട്ടുകൊള്ള ആരോപണത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യമല്ലേ? മാറ്റലിയിലേക്ക്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഭാരതത്തിലെ പൗരന്മാർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പ്രവർത്തികളാണ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. വ്യാപകമായി വോട്ടുകൾ ചേർക്കപ്പെടുകയും 2ഉം 3ഉം ആളുകൾ ഒരേയിടത്ത് വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. മാത്രമല്ല വ്യാപകമായി വോട്ടുകൾ വെട്ടിമാറ്റുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ ഡിജിറ്റൽ ഡാറ്റ ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് മാപ്പ് പറയാനാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. ഇത് ജനാധിപത്യ വ്യവസ്ഥിതിക്ക് നേരെയുള്ള കടന്നുകയറ്റമാണ് എന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ച വോട്ടുകൊള്ള ആരോപണത്തിൽ സമഗ്ര അന്വേഷണം വേണം. മാത്രമല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ BJPയുടെ ഘടകകക്ഷിയെ പോലെയാണ് പ്രവർത്തിച്ചു വരുന്നത്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷത പാലിക്കുകയും സമഗ്ര അന്വേഷണത്തിന് ഉത്തരവിടുകയും വേണം. അല്ലാതെ ഭരിക്കുന്ന സർക്കാരിന് വേണ്ടി അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടി ഘടകകക്ഷികളെ പോലെ പെരുമാറുന്നത് രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതിന് കൂട്ടുനിൽക്കുന്നതിനും തുല്യമാണ്. പ്രിയമുള്ളവരെ, 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യത്ത് വ്യാപകമായ വോട്ട് അട്ടിമറി നടന്നതായും അത് BJPയെ സഹായിക്കാനാണെന്നും തെളിവ് സഹിതം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷനിലൂടെ മാധ്യമങ്ങൾക്ക് മുന്നിലും ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് മുന്നിലും അവതരിപ്പിക്കുകയുണ്ടായി. എന്നാൽ ഇതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഒരു BJPയുടെ സഖ്യകക്ഷി എന്ന പോലെ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വരുന്നതാണ് പിന്നീട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇലക്ഷൻ കമ്മീഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ശ്രീ ഗാനേഷ് കുമാർ കഴിഞ്ഞ ദിവസം നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം കാതലായ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയും പറയേണ്ടത് പറയാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അനുവർത്തിച്ചിട്ടുള്ള നയം. ഇത് BJPയെ സഹായിക്കാൻ വേണ്ടിയാണ്. ഗാനേഷ് കുമാർ ആരാണ് എന്ന് നമുക്ക് അന്വേഷിക്കുമ്പോഴാണ് ഇതിൻ്റെ പിന്നാമ്പുറ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നത്. അമിത്ഷായ്ക്കൊപ്പം ജമ്മു കാശ്മീരിലെ പദവി മാറ്റുന്നതിൻ്റെ കാര്യത്തിലായാലും അമിത്ഷായുടെ പേഴ്സണൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച കാര്യത്തിലായാലും ഒക്കെ അമിത്ഷായുടെ ഒരു സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നയാളായിരുന്നു ശ്രീ ഗാനേഷ് കുമാർ. ഒരു രാജ്യം അതിൻ്റെ ജനാധിപത്യ സംവിധാനത്തിന് കളങ്കമേറ്റു എന്ന് തോന്നുമ്പോൾ അത്തരം ചില സംശയങ്ങൾ പരസ്യമാക്കുമ്പോൾ അതിനോട് കാണിക്കുന്ന സമീപനം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ സമീപനം, മാപ്പ് പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ജനാധിപത്യ സംവിധാനത്തിൽ മാപ്പിൻ്റെ പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെ മാപ്പ് പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. അത് നിയമപരമായിട്ട് അവർ പറയുന്ന പല കാര്യങ്ങളുണ്ടാവും, കാര്യകാരണങ്ങളുണ്ടാവും. അതൊക്കെ ഇതിൽ നടക്കുന്ന കാര്യങ്ങളാണത്. അതെല്ലാം രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെ നോക്കി നടത്താൻ കഴിയുന്നൊരു കാര്യമില്ല. അത് അതിനാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നൊരു കോടികൾ ചിലവിട്ടുകൊണ്ടൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്വന്മാരുണ്ട്, അത് അവർ പരമാവധി അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ലല്ലോ ഇതിൽ വിഷയം. ഇതൊരു രാജ്യം ആര് ഭരിക്കണം എന്ന് കുറച്ച് ആൾക്കാർ ഇരുന്ന് തീരുമാനിക്കുകയാണെങ്കിൽ പിന്നെ ഈ ജനാധിപത്യ സംവിധാനത്തിന് എന്തൊരു അർത്ഥമുള്ളത്? പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബസ് ഉടമകൾക്ക് താക്കീതുമായി ഗതാഗത മന്ത്രി. സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി സമരം ചെയ്താൽ KSRTCയെ വെച്ച് നേരിടുമെന്ന് KB ഗണേഷ് കുമാർ. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കില്ല. പ്രതികരണം തൃശൂർ രാമനിലയത്തിൽ ബസ് ഉടമകളുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിറകെ. കൊഴിഞ്ഞാമ്പാറ അത്തിക്കോട് സ്കൂട്ടറിൽ നിന്ന് തെറിച്ചു വീണ 2ാം ക്ലാസ്സുകാരി ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങി മരിച്ചു. മരിച്ചത് കൊഴിഞ്ഞാമ്പാറ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥി നഫീസത്ത് മിശ്രിയ. അപകടം അച്ഛനൊപ്പം ബൈക്കിൽ സ്കൂളിലേക്ക് പോകുന്നതിനിടെ. വടക്കാഞ്ചേരിയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് തെറിച്ചു വീണ യുവാവിന് ഗുരുതര പരിക്ക്. ദേശീയപാത നിർമ്മാണത്തിലെ അനാസ്ഥയ്ക്കും ഗതാഗതക്കുരുക്കിനുമെതിരെ LDFന്റെ ജനകീയ പ്രതിഷേധം. LDF ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റി പാലക്കാട് NHAI പ്രൊജക്ട് ഡയറക്ടർ ഓഫീസ് ഉപരോധിച്ചു.
അഴിക്കും തോറും മുറുകുന്ന കുരുക്കായി ദേശീയപാത നിർമ്മാണം മാറിയെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ സർക്കാർ ആത്മാർത്ഥ ശ്രമം നടത്തുന്നുണ്ടെന്ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ. നിർമ്മാണ പ്രവർത്തികൾക്ക് പ്രതികൂല കാലാവസ്ഥ തിരിച്ചടിയാകുന്നു. എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം മഴ. തൃശൂരിലെ ഇരട്ട വോട്ട് വലിയ തെറ്റെന്നും സ്പീക്കർ. കേരള സാഹിത്യ അക്കാദമിയുടെ സർവ്വദേശീയ സാഹിത്യോത്സവത്തിന് തൃശൂരിൽ തിരിതെളിഞ്ഞു. ലോകത്തിനു മുന്നിൽ കേരളത്തിന് വയ്ക്കാനുള്ള മതനിരപേക്ഷ ബദലാണ് ILFK എന്ന് റവന്യൂ മന്ത്രി K. രാജൻ. കേരള സാഹിത്യ അക്കാദമി ഓഡിറ്റോറിയം ഇനി മുതൽ സാഹിത്യ അക്കാദമി MG ഓഡിറ്റോറിയം. സാഹിത്യോത്സവം 21 വരെ. ചെമ്പൈ എക്കാലവും സ്മരിക്കപ്പെടുമെന്ന് മന്ത്രി VN വാസവൻ. സംഗീതത്തിലൂടെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഉയർത്തിപ്പിടിച്ചത് വിശ്വമാനവികതയുടെ സന്ദേശം. കോട്ടായിയിൽ ചെമ്പൈ സംഗീതോത്സവം സുവർണ ജൂബിലി ആഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റും വിവിധ പ്രദേശങ്ങളിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ പൊട്ടിവീണ് നിരവധി വീടുകൾക്ക് കേടുപാട്. ഒറ്റപ്പാലം റേഞ്ച് വനം വകുപ്പ് ഓഫീസ് പുതിയ കെട്ടിടത്തിലേക്ക് കുളപ്പുള്ളി ചുവന്ന ഗേറ്റിൽ നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനത്തിന് സജ്ജം. പുതിയ കെട്ടിടം നിർമ്മിച്ചത് നബാർഡ് ഫണ്ട് ഉപയോഗിച്ച്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.